പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ മക്കളെ, ഇന്ന് തിങ്കളാഴ്ച ജനുവരി 27-ാം തീയതി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഈശോയെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അങ്ങയുടെ മക്കൾ ഇപ്പോൾ ആശീർവദിക്കപ്പെടുന്നു. കർത്താവ്, ഈ ആശീർവാദം അവർക്ക് നിലനിൽക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിലനിൽക്കുന്ന സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കാൻ ഈശോ പറഞ്ഞില്ലേ കർത്താവേ. അതുപോലെ തന്നെ കർത്താവ്, നീ പറഞ്ഞു, ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുന്നു, ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ. അപ്പോൾ നിലനിൽപ്പിൻ്റെ വരങ്ങൾ അങ്ങയുടെ മക്കൾക്ക് നൽകണം ഈശോയെ. അത് വസ്തുവായ, അത് അനുഗ്രഹമായാലും കൃപയായാലും കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് നിലനിൽപ്പിൻ്റെ വരങ്ങൾ നൽകണമെന്ന് ഈ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ. കർത്താവ്, വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വസ്ത്രം കുറഞ്ഞുള്ളവർക്കും അവർക്കെല്ലാം പങ്കുവെക്കാനുള്ള അനുഗ്രഹങ്ങൾ, അതായത് ഉള്ളവരത് പങ്കുവെക്കാനുള്ള കൃപ അവർക്ക് നൽകണേ കർത്താവ്. ഉടമ്പടിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ വസ്ത്രവും പണവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ സുവിശേഷ സാക്ഷി ജീവിതം നയിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആ കൃപയെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, കിടപ്പ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ബൈസ്റ്റാൻഡേഴ്സിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോഴും ഡയാലിസിസിന് വിധേയമാകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവ്, മരണത്തോട് മല്ലടിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഇപ്പോഴും വെന്റിലേറ്ററിലായിരിക്കുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മാലാഖ അവരെ സന്ദർശിക്കുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാണ് ഇപ്പോഴ് കഠോരമായ മാനസിക പീഡകളിലും ഉറ്റവരും ഉടയവരും വേർപിരിഞ്ഞു പോയതിൻ്റെ സങ്കടങ്ങൾ ജീവിക്കുന്ന മരണ വീടുകളും മരണം കഴിഞ്ഞ വീടുകളിലും കർത്താവെ അങ്ങ് കയറിച്ചെല്ലമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആദികൾ, ഭീതികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, ഭർത്താവിനെ ഓർത്ത് വേദിക്കുന്നവരെ, ബന്ധുക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിനെ ഓർത്ത് വേദനിക്കുന്നവരെ, കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവരെ, ഇല്ലായ്മകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരെ, പല കാര്യങ്ങളും കൃത്യമായിട്ട് ഡേറ്റ് ബൗണ്ടായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ആദ്യം കൊള്ളുന്നവരെ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൃപ നിൻ്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുകയും നിന്നെ ഉത്സാഹപരിതമാക്കുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ നിന്നെ ഇന്നത്തെ ദിവസം ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19:8. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതല്ലേ. പക്ഷെ നിങ്ങൾ കേൾക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കണല്ല, ഇന്നലെ ധ്യാനിപ്പിച്ചപ്പോഴേ അൾത്താരെ വെച്ച് ഈശോ പറഞ്ഞതാണ് സക്കേവൂസ് എന്താ സംഭവിച്ചതെന്ന്. സക്കേവൂസിനും മത്തായിക്കും സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഈ ചുങ്കക്കാരാണ് രണ്ടുപേരും, മത്തായി സക്കേവൂസും ചുങ്കക്കാരല്ലേ. അപ്പം ഈ സക്കേവൂസിനെയും മത്തായിനെയൊക്കെ ജനങ്ങൾക്ക് ഭയങ്കര പുച്ഛമാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ല. കാര്യം എന്താ? ഇവരെ ടാക്സ് കളക്ടേഴ്സാണ്. ഇവർ ആർക്ക് വേണ്ടിയാണ് ടാക്സ് കളക്ട് ചെയ്യണത്? ഇത് ഇവരെ യജമാന രാജ്യമുണ്ട്, റോമ യജമാന രാജ്യമാണ്. ഇവർ അടിമകളാണ്. സീസറിന് ഒരു 10 രൂപ 10 നാണയം, സ്വർണ്ണ നാണയം കൊടുക്കണം, അതാണ് നികുതിയെങ്കിൽ ഇവന്മാരിവിടെ വന്നിട്ട് ഈ ടാക്സ് കളക്ടേഴ്സ്, അവിടെ ഇടനില വേറെ ഒത്തിരി പേരുണ്ടല്ലോ, ഗവർണർ വരെയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ. ഇവർക്കെല്ലാം അവരുടെ ആയിട്ടുള്ള ഓഹരി കിമ്പളം കൊടുക്കണം, കൈക്കൂലിയും കൊടുക്കണം. അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും? ആ പാറയിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കും. അവർ 10 പറയുമ്പോൾ ഇവർ 50 പിരിക്കും. പക്ഷേ ഈ കാർഷിക നഷ്ടവും കാലാവസ്ഥ ഭേദമൊക്കെ ഉണ്ടാകുമ്പോൾ, മഴയൊക്കെ കിട്ടാൻ വരുമ്പോൾ കാർഷിക വിളവൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്നാലും ഇവരെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടെ കുടലും പണ്ടും പറിച്ചെടുക്കണ പോലെ അവർ ഈ നികുതിയും പിടിച്ചുകൊണ്ട് പോകും. അവർ തന്നില്ലെങ്കിൽ, കൊടുക്കാത്തവരൊക്കെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് അവർ തല്ലും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പേടി. ഇവർ അതിങ്ങനെ അരിച്ചവും പുച്ഛവുമാണ് ശരിക്കും ഈ ചുങ്കക്കാരോട്. അതാണ് ചുങ്കക്കാരും വേശ്യകളോ എന്നൊക്കെ പറയണത്. യഹൂദന് അങ്ങനെയാണ്, അത്ര അറപ്പാണ് ഇവനോട്. അവർ ചുങ്കക്കാരെ കാണുമ്പോൾ. പക്ഷേ ആ അറപ്പ് മാറ്റാൻ വേണ്ടി കർത്താവ് ഇവരിങ്ങനെ സോഷ്യലായിട്ട് ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളൊരു വർഗമല്ലേ. ദൈവത്തിൻ്റെ ഒരു മനസ്സ് കണ്ടില്ലേ? സക്കേവൂസ് പറഞ്ഞ സക്കേവൂസേ, നിന്നെക്കുറിച്ചും ഈ മത്തായിനെക്കുറിച്ചൊക്കെ ഭയങ്കര അറപ്പാണ് ആൾക്കാർക്ക്. ഞാൻ ആ അറപ്പ് മാറ്റിത്തരാം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ, ആൾക്കാർക്ക് മനസ്സിലാകത്തില്ലേ, നിങ്ങൾ ആ മുഖ്യധാരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈ സക്കേവൂസിനെയും മത്തായിനെയൊക്കെ സമൂഹത്തെ മുഖ്യധാരയെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അവിടെ പോയിരുന്ന പന്തിഭോജനം, അവിടെ കൂടെ പോയിരുന്ന ഭക്ഷണം കഴിക്കും. അപ്പോൾ ആൾക്കാർ വേദിക്കൊക്കെ അവിടെയൊക്കെ നോക്കിയിരിക്കും, ദേ കണ്ട ആൾക്കാർക്ക് തലയൊക്കെ വെക്കും, ദേ ആ വെറുക്കപ്പെട്ടവൻ്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കാനുണ്ടല്ലേ എന്ന് പറയുമ്പോൾ പരിചയമുള്ളവരൊക്കെ പറയും, അവരെ വീട്ടിൽ നിന്ന് വിളിക്കും, നിങ്ങളും വാ, അവരും വരും. അങ്ങനെ സക്കേവൂസിനെയൊക്കെ കർത്താവ് വൈറ്റ് വാഷ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തൊരു സ്നേഹമാണല്ലേ കർത്താവിൻ്റെയൊക്കെ സ്നേഹമേ, നമുക്ക് സഹിക്കാൻ വരുന്നില്ല, അത്ര സ്നേഹമാണ്. അതുകൊണ്ട് അവസാനം സക്കേവൂസ് ഈ സ്നേഹം അനുഭവിച്ച് മറന്നുപോയി. കർത്താവിനെ പറഞ്ഞു, കർത്താവേ ഞാൻ ഇനി ചെറുതാകാൻ പോവുകയാണ്. ഇവൻ ആൾക്കാരൊക്കെ പിരിച്ച് കണ്ടിച്ച് പണം കൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ പുള്ളിക്കാരൻ ഞാൻ ഇനി ചെറുതാകാൻ പോവുകയാണ്, നീ എന്നിൽ വളർന്നാൽ മതി. പണ്ട് യോഹന്നാൻ അങ്ങനെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞിരിക്കണത്? യോഹന്നാൻ 3:30 എടുത്തേ.
അവൻ വളരുകയും യോഹന്നാൻ പറഞ്ഞ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അതാണ് സംഭവിച്ചത്. അത് പറഞ്ഞ അത് സക്കേവൂസ് എന്താ പറയുന്നത്? സക്കേവൂസ് പറഞ്ഞ ഇതാണ്, ഇനി കർത്താവ് തന്നെ അംഗീകരിക്കുകയും സമൂഹത്തിലുള്ള അറപ്പുകൾ മാറ്റിയെടുക്കുകയും തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തില്ലേ. അപ്പം അതുകൊണ്ട് എന്താണ്, ഇത്രയും സ്നേഹമുള്ളവന് അവൻ ആ സ്നേഹം, ദൈവസ്നേഹം എന്നിൽ വളരണം. ഞാൻ എന്ത് ചെയ്യണം? ചതിക്കുകയും വഞ്ചിക്കുകയും എടുക്കണം. ഞാനിങ്ങനെ കുറയണം, എൻ്റെ ചതി കുറയണം, എൻ്റെ വഞ്ചന കുറയണം, കർത്താവിന് സ്നേഹം കൂടണം. അതാണ് യോഹന്നാൻ 3:30 പറയണത്. അവൻ വലുതാകണം, ഞാൻ കുറയണമെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ രീതി അതാണ്. ആ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മളിതുപോലെ നമ്മളെ ദൈവത്തിൽ നിന്ന് എൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റണ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അത് കുറഞ്ഞ് വരണം. എന്നിട്ട് ദൈവസ്നേഹം കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ എന്നാ പറ്റും? അപ്പോഴേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇരുളിനെ കീഴടക്കാൻ, വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്ന് പറയണം. ഇത് തന്നെയാ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള വളർച്ച എന്ന് പറയണത്. ഇപ്പം നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റത്തിൽ ഈ മഹാജൂബിലി, രക്ഷയുടെ മഹാജൂബിലി അല്ലേ, ആ മഹാജൂബിലിക്ക് രക്ഷയാകാനായ ഈശോ നമ്മൾ വളർന്നു വരാനും അതോടുകൂടി നമ്മളുടെ ആ ക്രിസ്തു നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് നമ്മളുടെ അറപ്പും വെറുപ്പും, നീ അത് ഗുണ്ടയാണെങ്കിലും കൂലിത്തല്ലുകാരനാണെങ്കിലും കൊട്ടേഷൻ എടുത്ത് പോകുന്ന ആളാണെങ്കിലും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു ഇടമുണ്ട്. അതാണ് സക്കേവൂസ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വാനസാന്തരപ്പെടാൻ വൈകേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ കൃപയിലേക്ക് വളരാൻ വേണ്ടി ഈ വചനം പൂർണ്ണമായിട്ട് നീ നിന്നെ വിശുദ്ധീകരിക്കുകയും നിന്നെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.